നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ച് നവജാത ശിശു വിൽപ്പന മാഫിയ. 2 പേർ പോലീസ് പിടിയിൽ. സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ മേൽപ്പാലത്തിന്റെ പണികൾ വീണ്ടും തുടങ്ങി. പില്ലറിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. ക്യാബിനറ്റ് വാർത്തയും MLAയും തുണയായി. രാജു ഔസേപ്പിന് ആശ്വാസം. വായ്പാ തുകയ്ക്ക് NOC നൽകാൻ മണർകാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം തയ്യാറാകുന്നു. ഭരണങ്ങാനത്തേക്ക് ഒഴുകി നാട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം. വാർത്തകൾ വിശദമായി. ഈരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി ഗർഭിണികളായ യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് സ്വദേശി രാജ, വാഗമൺ സ്വദേശി അർജുൻ എന്നിവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ 2 പേർ ഈരാറ്റുപേട്ട പോലീസിന്റെ കസ്റ്റഡിയിലായി. തമിഴ്നാട് സ്വദേശി രാജ, വാഗ്മൺ പുള്ളിക്കാരൻ സ്വദേശി അർജുൻ എന്നിവരാണ് കസ്റ്റഡിയിലായത്. അർജുന്റെ സഹോദരി ഭർത്താവാണ് രാജ. ഇരുവരും ചേർന്ന് തീക്കോയിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് യുവതികളെ താമസിപ്പിച്ചിരുന്നത്. തീക്കോയി സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ഞാണ്ടുകല്ലിലുള്ള വീട്ടിൽ 1 മാസമായി ഇവർ താമസിച്ചു വരികയായിരുന്നു. 10 ദിവസം മുൻപാണ് യുവതികൾ ഇവിടേക്ക് എത്തിയത്. ഇറക്കിവിട്ട അസം സ്വദേശിനിയായ യുവതി അലഞ്ഞു തിരിയുന്നത് കണ്ട് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കോട്ടയം സ്വാതന്ത്ര്യം കെയർ ഹോമിലേക്ക് യുവതിയെ മാറ്റി. അവിടെ വെച്ച് യുവതി നൽകിയ വിവരങ്ങളാണ് സംഭവങ്ങൾ പുറത്തറിയാൻ ഇടയാക്കിയത്. തിരുവനന്തപുരം സ്വദേശികളാണ് യുവതികളെ എത്തിച്ച ഏജന്റുമാർ. വീട്ടിൽ ഇവർ താമസിക്കുന്നതിൽ നാട്ടുകാർക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. അതിനുള്ള ഇടം വന്നിട്ടില്ല. കാരണം 1 മാസം പോലും ആയില്ല ഈ വീട് അവർ വാടകയ്ക്ക് എടുത്തിട്ട്. ഇവിടെയുള്ള ഫാമിലി അവർ നല്ല ഫാമിലിയാണ്. അവർ അങ്ങനെ വീട് മോശം ആൾക്കാരൊന്നും അല്ല. ഇവിടുത്തെ ഇതിൻ്റെ ഉടമ നല്ല ഫാമിലിയാണ്. അവർ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അവർ പുള്ളിക്കാനത്തൊന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. പില്ലർ നിർമ്മാണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് കോൺക്രീറ്റിംഗ് ജോലികൾ ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾക്ക് വീണ്ടും ജീവൻ വെച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി മേൽപ്പാലത്തിന്റെ പില്ലറിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെയാണ് മേൽപ്പാലം പണിയുന്നത്. മേൽപ്പാലത്തിന്റെ പില്ലറുകളുടെ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം തയ്യാറാക്കിയ രൂപരേഖയിൽ മേൽപ്പാലത്തിന്റെ പ്രധാനപ്പെട്ട തൂണുകളിലൊന്നായ P1 പില്ലറിന് 2.3 മീറ്റർ ഉയരമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഫൗണ്ടേഷനിൽ പാറ കണ്ടെത്താൻ കഴിയാതെ വന്നതുമൂലം പില്ലറിന്റെ ഉയരം 3.5 മീറ്ററായി രൂപരേഖ മാറ്റുകയും ചെയ്യേണ്ടി വന്നു. ഇതിനെ തുടർന്നുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാലാണ് 2 ആഴ്ചയോളം പണികൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായതെന്ന് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ആണ്. അതും ഞാൻ ജനപ്രതിയായതിനു ശേഷം വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വർക്കുകളും മുന്നോട്ട് പോയിരുന്നു. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ക്രോഡീകരിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് അതിനകത്തൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അത് കാരണം നമ്മൾ മുൻകൂട്ടി കാണാതിരുന്നൊരു സാങ്കേതിക പ്രശ്നമാണ്. കാരണം ആദ്യം ആ പ്ലാൻ പിന്നെ അതിൻ്റെ പില്ലർ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ശബരിമല നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിലും ചിറ്റാർപ്പുഴയുടെയും മുകളിലൂടെ വരുന്ന ഒരു പാലമാണ്. KK റോഡിൽ പഞ്ചായത്ത് വളവിൻ്റെ അവിടെ നിന്നും ആരംഭിച്ച് നമ്മുടെ ടൗൺ ഹാളിൻ്റെ അടുത്ത് വന്നെത്തി നിൽക്കുന്ന ഒരു വലിയൊരു പാലമുണ്ട്. പക്ഷെ ആ പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് അതിനെ വിളിക്കുന്നത് P1 പില്ലർ 1 എന്ന് പറയുന്ന ആ തൂണാണ്. അപ്പം അത് നിർമ്മിക്കേണ്ടിയിരുന്നു. അപ്പം അവിടെ റോഡിൻ്റെ പകുതി ഭാഗത്തോളം എടുത്താണ് ആ പില്ലർ നിർമ്മിക്കുന്നത്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഡിസൈനിൽ ആ പാലത്തിന് 2.3 മീറ്ററായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻ എടുത്തു വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പാറ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാറ ഇച്ചിരിയുടെ താഴെയായിരുന്നു. പക്ഷെ ആ പാറയ്ക്ക് ചെരിവുണ്ടായിരുന്നു. ഇപ്പോൾ 2.3 മീറ്റർ എന്നത് ഒരു 3.5 മീറ്ററിലേക്ക് നമുക്കതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ആ ഡിസൈനിൽ മാറ്റം വരുത്തി. പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡിസൈനിൽ വരുത്തുന്ന മാറ്റം ഇതുപോലുള്ള മെഗാ പ്രോജക്റ്റുകളുടെ ഡിസൈനിൽ മാറ്റം വരുത്തുമ്പോൾ അത് IITയുടെ അപ്രൂവലിന് അയക്കേണ്ടതുണ്ട്. നമ്മളത് IIT മണ്ഡി, ഹിമാചൽ പ്രദേശിലെ IIT മണ്ഡിയിലാണ് അത് അയച്ചു കൊടുത്തത്. സാധാരണ 3 മാസത്തോളം സമയമെടുക്കും. കാരണം ഇന്ത്യയിലെമ്പാടുമുള്ള മെഗാ പ്രോജക്റ്റുകളുടെ എല്ലാം ഡിസൈനുകൾ അവിടെ വരുന്നതാണ് അപ്രൂവലിന് വേണ്ടി. സാധാരണ ഇതിൽ 3 മാസം എടുക്കും. പക്ഷെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടുത്തെ പ്രൊഫസേഴ്സുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് നിരവധി തവണ സംസാരിച്ചു. വീഡിയോ കോൺഫറൻസിൽ ഉൾപ്പെടെ അവരുമായി പങ്കെടുത്തു. അങ്ങനെ IIT മണ്ഡിയിൽ നിന്നും നമുക്ക് ഇതിനനുകൂലമായി അഭിപ്രായം എടുത്തു. വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി IIT മദ്രാസിലും ആയി നമ്മൾ കൺസൾട്ട് ചെയ്തു. അതിൻ്റെ അപ്രൂവൽ എടുത്തു. വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി കേരളത്തിൽ വന്ന് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അവരുമായി നമ്മൾ അഭിപ്രായം എടുത്തു. കാരണം ഈ ഹൈറ്റ് കൂട്ടുമ്പോൾ ഇതിൽ സാങ്കേതിക വിഷയങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് അവരുടെയും ഒരു അഭിപ്രായം എടുത്തു.
ഏറ്റവും അവസാനം കേരള റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ കൂടി അവരാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ അവരുടെ ഫൈനൽ അപ്രൂവൽ കിട്ടി. ഇന്നലെ നമ്മൾ ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു. ഇന്നലെ അതിൻ്റെ കോൺക്രീറ്റിംഗ് നടപടികൾ പില്ലർ 1ൻ്റെ കോൺക്രീറ്റിംഗ് നടപടികളും പൂർത്തീകരിച്ചു. അതും ഇനി വളരെ വേഗം തന്നെ അതിൻ്റെ വർക്കുകളും മുന്നോട്ട് പോകും. കാഞ്ഞിരപ്പള്ളി ടൗണിന്റെ നിത്യശാപമായ ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാൻ 2004 കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എന്ന ആശയം രൂപം കൊണ്ടത്. 2024 ബൈപ്പാസിന്റെ പണികൾക്ക് തുടക്കമിട്ടത്. 2025 പണി പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും പലവിധ കാരണങ്ങളാൽ പണികൾ മുടങ്ങി. ദേശീയപാത 183ന്റെ ഭാഗമായ KK റോഡിലെ രണ്ടാമത്തെ ബൈപ്പാസാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച് ടൗൺ ഹാളിന് സമീപത്തുകൂടി പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപമെത്തി ദേശീയപാതയിൽ പ്രവേശിക്കുന്നതാണ് റോഡ്. 1.63 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസിനുള്ളത്. 15 മീറ്റർ വീതിയിലാണ് റോഡ് പണിയുന്നത്. 78.69 കോടി രൂപ ചെലവിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ ചുമതലയിലാണ് നിർമ്മാണം. പുതിയ സ്ഥലം കണ്ടെത്തി ഏറ്റെടുത്ത് നിർമ്മിക്കുന്നതിനാൽ നിർദ്ദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് KK റോഡിലെ ആദ്യ ഗ്രീൻഫീൽഡ് ബൈപ്പാസായി ചരിത്രത്തിൽ ഇടം പിടിക്കും. പൂർണ്ണമായും പുതിയ ഭൂമിയിൽ നിർമ്മിച്ച് വികസിപ്പിക്കുന്ന പദ്ധതികളെയാണ് ഗ്രീൻഫീൽഡ് വിഭാഗത്തിൽ അറിയപ്പെടുന്നത്. നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനുമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 78.69 കോടി രൂപയാണ് മുടക്കുന്നത്. പദ്ധതിക്കായി 25 കോടി രൂപ ചെലവഴിച്ച് 8.64 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ആദ്യം കരാർ ഏറ്റെടുത്ത ഗുജറാത്തിലെ ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണ പുരോഗതി കൈവരിക്കാത്തതിനെ തുടർന്ന് ഒഴിവാക്കി റീടെൻഡർ ക്ഷണിച്ച് പണികൾ ഏറ്റെടുത്ത തെരുവത്ത് കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ പണികൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മണർകാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി വായ്പയെടുത്ത തുക തിരിച്ചടച്ചിട്ടും NOC നൽകാൻ ധനകാര്യ സ്ഥാപനം തയ്യാറാകുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമായി. ആനിക്കാട് സ്വദേശി രാജു ഔസേപ്പാണ് പരാതിക്കാരൻ. കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബിയുടെ ഇടപെടലും ക്യാബിനറ്റ് വാർത്തയും പരാതിക്കാരന് തുണയായി. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിയുടെ ഇടപെടലും ക്യാബിനറ്റ് ചാനൽ വാർത്തയും ആനിക്കാട് വെസ്റ്റ് സ്വദേശി രാജു ഔസേപ്പിന് തുണയായി. മണർകാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം NOC നൽകാൻ തയ്യാറായി. മണർകാട്ടെ ഇസാഫ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 2020 ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് രാജു ഔസേപ്പ് 2,10,000 രൂപ ലോൺ എടുത്തത്. 60 തവണകളായി 5,900 രൂപ വീതം അടച്ച് 3,51,000 രൂപ അടച്ചിട്ടും NOC നൽകുന്നതിന് ധനകാര്യ സ്ഥാപനം തയ്യാറായിരുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ക്യാബിനറ്റ് ചാനൽ ഇന്നലെ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിക്ക് രാജു നിവേദനം നൽകുകയും ചെയ്തു. ഇതോടെയാണ് ബാങ്ക് അനുരഞ്ജനത്തിന് തയ്യാറായത്. 46,000 രൂപ അടച്ചു കഴിഞ്ഞാൽ NOC ഉൾപ്പെടെ നൽകാമെന്ന് ഇസാഫ് ധനകാര്യ സ്ഥാപനം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് രാജു ഔസേപ്പ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഭരണജ്ഞാനം വിശ്വാസപ്രഭയിൽ ആറാടി. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ ഭാഗമായ പ്രധാന തിരുനാൾ നാടിന്റെ പ്രാർത്ഥനയായി മാറി. ഭരണജ്ഞാനം ഭക്തിസന്ദ്രം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം വിശ്വാസികളിൽ നിറഞ്ഞു. 19 തിരുനാളിൽ കൊടിയേറിയതു മുതൽ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി മടങ്ങുന്നു. ഇന്നായിരുന്നു പ്രധാന തിരുനാൾ. വിശുദ്ധയുടെ ആത്മീയ സാന്നിധ്യമുള്ള ക്ലാരമഠത്തിലും നിത്യവ്രതം സ്വീകരിച്ച സെന്റ് മേരീസ് സ്വർണ്ണപ്പള്ളിയിലും കബറിടമുള്ള തീർത്ഥാടന ദേവാലയത്തിലും എത്തിയത് ആയിരങ്ങളാണ്. പേപ്പൽ പതാകകളാലും മുത്തുകൊടകളാലും അലങ്കൃതമായ തീർത്ഥാടന വഴികളിലൂടെ കൈകളിൽ ജപമാലയും ചുണ്ടിൽ പ്രാർത്ഥനാ മഞ്ജരികളുമായി ഉച്ചയ്ക്ക് നടന്ന പ്രദക്ഷിണത്തിൽ തീർത്ഥാടകർ ഭക്തിപൂർവ്വം പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പുളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം പുഞ്ചിരിച്ചു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഇടവകപ്പള്ളിയിൽ നടന്ന തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകളുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി മാറി. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി രാത്രികാല പട്രോളിംഗിനായി നഗരസഭയും പോലീസും പൊതുജനങ്ങളും ഒന്നിക്കുന്നു. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ ശുചിമുറി മാലിന്യം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നതിനെ പ്രതിരോധിക്കുവാൻ രാത്രികാല പെട്രോളിന് പോലീസും നഗരസഭയും പൊതുജനവും കൈകോർക്കുന്നു. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ ശുചിമുറി മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചതോടെയാണ് പ്രതിരോധ നടപടിയുമായി നഗരസഭ രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി 36
56 വാർഡുകളിലും ജാഗ്രതാ സമിതി രൂപീകരിക്കുവാനും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ നഗരസഭയും പോലീസും രാത്രികാല കാവലിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാൻതുണ്ടം പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെയും പോലീസ് സേനയുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും യോഗങ്ങൾ വിളിച്ച് അവരുടെ കൂടി ഉൾപ്പെടുത്തി അതിശക്തമായ രീതിയിൽ ഒരു നിലപാടിലേക്കാണ് നഗരസഭ പോകുന്നത്. ഇപ്പം തന്നെ ആരോഗ്യവകുപ്പും പോലീസുമായിട്ട് സംസാരിച്ചു. ഇനി ഇവിടെ ഞങ്ങൾ പദ്ധതികൾ ഉൾപ്പെടുത്തി എല്ലാ വാർഡുകളും CCTV വയ്ക്കാനുള്ള പദ്ധതി രൂപീകരിച്ചു. അത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്കത് അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാ വാർഡിലും CCTV വയ്ക്കുന്നതായിരിക്കും. അതിശക്തമായ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിന് വേണ്ടി റെസിഡൻഷ്യൽ പോലീസ്, ആരോഗ്യവകുപ്പ്, മറ്റു സന്നദ്ധ സംഘടന ചേർത്ത് ഈ രാത്രികാലം കൊണ്ട് ഈ മാലിന്യം തള്ളുന്നവരെ പിടിച്ചുകൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന എല്ലാവിധ സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം വള്ളിക്കാട് പ്രദേശത്ത് വലിയ തോതിൽ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. മങ്കരത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രതിരോധിക്കുവാൻ നഗരസഭയ്ക്ക് പ്രത്യേക മറ സൃഷ്ടിക്കേണ്ടതായും വന്നിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കക്കൂസ് മാലിന്യം തള്ളുവാൻ രാത്രിയിലെത്തിയവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിയുടെ അനുസ്മരണാർത്ഥം അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ ഇംഗ്ലീഷ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജാനകി ജാനെ സ്മരണാഞ്ജലി നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷനായി. എസ് ജാനകിയുടെ ഗാനങ്ങൾക്കൊപ്പം നൃത്യങ്ങളും ചേർത്തൊരുക്കിയ സ്മരണാഞ്ജലിയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ച് നവജാത ശിശു വിൽപ്പന മാഫിയ. 2 പേർ പോലീസ് പിടിയിൽ. സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ മേൽപ്പാലത്തിന്റെ പണികൾ വീണ്ടും തുടങ്ങി. പില്ലറിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. ക്യാബിനറ്റ് വാർത്തയും MLAയും തുണയായി. രാജു ഔസേപ്പിന് ആശ്വാസം. വായ്പാ തുകയ്ക്ക് NOC നൽകാൻ മണർകാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം തയ്യാറാകുന്നു. ഭരണങ്ങാനത്തേക്ക് ഒഴുകി നാട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.